ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. റേസിംഗ് റേഞ്ചേഴ്സ് 2024 എന്ന പേരിൽ നിലമ്പൂരിന്റെ ഏറ്റവും പാരമ്പര്യമുള്ള സ്കൂളായ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയ്ക്ക് മാനവേദൻ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു. നിലമ്പൂർ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന സന്ദേശത്തോടു കൂടിയാണ് പ്രിൻസിപ്പളും അധ്യാപകരും PTA ചാർജുള്ള അധ്യാപകരുമൊക്കെ 3500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കലാലയത്തിലെ 2500ഓളം വിദ്യാർത്ഥികൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സ്പോർട്സ് മീറ്റിൽ പങ്കെടുപ്പിക്കുന്നത് തന്നെ വളരെ അഭിമാനകരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കലാലയത്തിലെ ഏകദേശം മോർ ദാൻ 80% സ്റ്റുഡൻസ് ചെറുതും വലുതാവട്ടെ ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന ഈ സ്പോർട്സ് മേഖലയിലുള്ള ആവേശമാണ്. കേരളത്തിന് ആകെ അഭിമാനമായിക്കൊണ്ട് കേരളത്തിലെ ഗേൾസ് ജൂനിയർ ഫുട്ബോളിൽ നമ്മുടെ ഈ വിദ്യാലയത്തിലെ 3-4 വിദ്യാർത്ഥികൾ ആ സ്റ്റേറ്റ് ടീമിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതും നമുക്ക് അഭിമാനകരമാണ്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ മാനവേദൻ സ്കൂളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. 21-22 തീയതികളിലായി 2500-ലേറെ കുട്ടികൾ മത്സരിക്കുന്ന മേള എന്ന നിലയ്ക്ക് നിലമ്പൂരിന്റെ കായിക സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കാനുതകുന്ന ഒരു മാമാങ്കത്തിന് തന്നെയാണ് തിരശ്ശീല ഉയരുന്നത്. NCC, SPC, JRC കുട്ടികളുടെ മാർച്ച് പാസ്റ്റ്, ദീപശിഖ കത്തിക്കൽ, ഫ്ളാഗ് ഉയർത്തൽ, പ്രതിജ്ഞ തുടങ്ങിയവയോട് കൂടിയ വർണ്ണാഭമായ പരിപാടികളോടെയാണ് റേസിംഗ് റേഞ്ചേഴ്സിന് തുടക്കമായത്. സ്കൂൾ PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. സ്കറിയ കിനാന്തോപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത്, VHSE പ്രിൻസിപ്പൽ NV റുഖിയ, പ്രധാനാധ്യാപകൻ MM അബ്ദുറഹിമാൻ, കേശവദാസ്, CR പ്രഭ, കായികാധ്യാപകൻ ഷാഹിദ്, സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കേരള ക്രിക്കറ്റ്, ഫുട്ബോൾ ടീമുകളിൽ ഇടം നേടിയ കുട്ടികൾക്ക് ട്രോഫികൾ നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.